aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ തലവടി കുഞ്ഞിച്ചായനാണ്. തൻ്റെ ജീവിതാനുഭവവും തൻ്റെ ശുശ്രൂഷയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം ഓൺലൈൻ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ തലവടി കുഞ്ഞിച്ചായൻ അല്ലെങ്കിൽ പാസ്റ്റർ CM എബ്രഹാം അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ഉണ്ടാകട്ടെ. ഈ പ്രോഗ്രാമിന്റെ എല്ലാമായിരിക്കുന്ന കർത്താവിൽ പ്രശസ്തനായ പാസ്റ്റർ ദാനിയൽ ജോൺ അവറുകൾ, ഈ അരോമ ടി വി പ്രേക്ഷകരായ എല്ലാ മാന്യ മിത്രങ്ങൾക്ക് യേശു കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ CM എബ്രഹാം, തലവടി കുഞ്ഞെന്ന് അറിയപ്പെടും. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റിന്റെ ഒരു ജനറൽ മിനിസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. ചില വർഷങ്ങൾ സഭയുടെ ചുമതല ഉണ്ടായിരുന്നു. അനന്തരം സഭ ചാർജ് വിടുകയും പൊതുശുശ്രൂഷ ബന്ധത്തിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്ത് പോകാൻ കർത്താവ് തുണ ചെയ്യും. എൻ്റെ ഭാര്യയുടെ പേര് ബിൽസി എബ്രഹാം. കൂത്താട്ടുകുളത്തിനടുത്ത് ഉഴവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എനിക്കൊരു മകനുണ്ട്, സാംസി എബ്രഹാം. മകന്റെ വൈഫ് ബെറിൽ സാം എബ്രഹാം. ഇവർ രണ്ടുപേരും കൃപയാൽ UK-യിലായിരിക്കുന്നു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ എൻ്റെ ജന്മദേശമായ തലവടിയിൽ ദൈവം പരിപാലിക്കും. ഈ അരോമ ടിവിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് പലരും പറയാനും നല്ല നിലവാരത്തിൽ അത് കണ്ടക്ട് ചെയ്യുവാനുള്ള കൃപ കർത്തൃദാസന ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ബാല്യകാലം ഞാൻ ഏറ്റവും മണ്ടനായി, എനിക്ക് പഠിക്കാൻ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായി. എന്നെ വീട്ടിൽ വിളിച്ചത് തിരു മണ്ടൻ എന്നാണ്. അങ്ങനെ ഇരിക്കവേ എല്ലാ ക്ലാസ്സിലും പ്രൈമറി തോറ്റു ജയിക്കുമായിരുന്നു. വെറുതെ കയറ്റിവിടുകയാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ വീടിനടുത്തുള്ള മർത്തോമ ഇടവകയിൽ എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുക പതിവ്. ലോകപ്രസിദ്ധരായ കൺവെൻഷൻ പ്രാസംഗികന്മാരായ അച്ഛന്മാർ, ഉപദേശിമാർ. ആ കാലഘട്ടം ഏറ്റവും വിലമതിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായി. സുവിശേഷം കേൾക്കാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നൊരു കാലഘട്ടം.
ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം അന്ന് പ്രസംഗിക്കാനായിട്ട് നിയോഗിച്ചത് എന്റെ പേര് ഉള്ള, എന്റെ ഇൻഷനുള്ള ഒരു ഉപദേശിയായി. അന്ന് മർത്തോമയിലെ ഇടവയിലെ വികാരി അച്ഛൻ റവർ പി.ഡി. മാമലച്ചൻ അവരുകളാണ്. വളരെ കഴിവുള്ള, വളരെ പ്രാപ്തനായ ഒരു മാന്യ വികാരിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പോയ ആ രാത്രിയിലെ പ്രസംഗത്തിൽ C.M. എബ്രഹാം എന്ന് പറയുന്ന ഉപദേശിയാണ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്റെ പേര് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ആ പന്തലിൽ താഴെ ഒരു നിക്കറ് വിട്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ദൈവമേ, എനിക്ക് ഇതുപോലൊന്ന് പ്രസംഗിക്കാൻ കൃപ തരണമേ എന്ന് ഞാൻ ഒരു വാക്കിൽ മനസ്സിലിങ്ങനെ പറഞ്ഞു. ഞാൻ നിനക്കായി ജീവിക്കാമെന്ന് പറഞ്ഞു. എന്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്ന പോലെ, നീ പഠിക്കാൻ കഴിവില്ലാത്തവൻ മണ്ടൻ, നിനക്ക് എങ്ങനെ സാധിക്കും? അപ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാല ഓർമ്മയുണ്ട്. കണക്ക് പരീക്ഷയ്ക്ക് മൊട്ട മാർക്ക് 0, മലയാളത്തിന് 2 മാർക്ക്. 3-ാം ക്ലാസ്സിലും മാർക്ക് വളരെ കുറവ്, 10-ൽ കൂടുതൽ ലഭിച്ചിട്ടില്ല. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പല വിഷയത്തിലെല്ലാം 10-ൽ താഴെ മാർക്ക്. എനിക്ക് ധാരാളം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളാനുള്ള കാരണം എന്റെ പേരുള്ള ഒരു ഉപദേശി പ്രസംഗിച്ചതാണ്. എന്റെ ഹൃദയം ഞാൻ ആ രാത്രിയിൽ കർത്താവിനായി കൊടുത്തു. അതിനുശേഷം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉളവാക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുന്ന വിളവിൽ തലവടിയിൽ ഉണർവ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടം. 69, 70-കളിൽ തലവടിയെ വളരെ ആളുകളെ ആകർഷിച്ച ഒരു ഉണർവായിരുന്നു. എന്റെ സ്നേഹിതനായ പാസ്റ്റർ ബാബു തലവടിയുടെ മൂത്ത ജ്യേഷ്ഠൻ പാസ്റ്റർ തോമസ് മോറിസ്, അദ്ദേഹം മസ്കറ്റില് ഒരു ശുശ്രൂഷകനായിരുന്നു. അനേക സഭകൾ ആരംഭിച്ചു. തലവടി സഭയുടെ ആരംഭം അദ്ദേഹമാണ്. ആ ഭവനത്തിൽ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുള്ളൽ കാണാൻ വേണ്ടി ഞാൻ പോയത്. ആ മുറിയുടെ ഒരു ഭാഗത്തെ ജനൽ തുറന്നു കിടന്നു. തുള്ളൽ കാണാനായി പോയ എന്നെ ദൈവം തുള്ളിപ്പിച്ചാണ് വിട്ടത്. ആ ഒരു സന്ദർഭം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതിനുശേഷം ആ സഭയുമായി ബന്ധപ്പെട്ടു. ഒട്ടും താമസിക്കാതെ സ്ഥാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ മുൻപോട്ട് പോകുന്ന വേളയിൽ കർത്താവിൽ പ്രസിദ്ധരായ കോവൽ ഭാവിച്ചായൻ, മേരി കോവൽ, അത് ഞങ്ങളുടെ ചർച്ച ധാരാളം ആളുകളെ കൊണ്ട് നിറഞ്ഞു. യൗവനക്കാർ, കാവമ്പാത്ത് ചർച്ചുണ്ട്. അങ്ങനെ 4-5 സഭകൾ ഇതിനുള്ളിൽ ഉളവായി ഒരു വലിയ കാത്തിരിപ്പ് യോഗം നടക്കുകയാണ്. എനിക്ക് തമ്പേരടിക്കാൻ നല്ല വശമായിരുന്നു. അന്ന് ആ കാത്തിരിപ്പ് യോഗത്തിന് സൂക്ഷിക്കാനായിട്ട് ക്ഷണിച്ചത് മൺമറഞ്ഞ മാങ്ങാന ജോസഫ് പാസ്റ്റർ. ജനമെല്ലാം ആത്മാവിൽ ആരാധിക്കും. ഞാൻ തമ്പേരടിക്കുന്നു. എന്റെ ചെവിയിൽ വന്നു അദ്ദേഹം ചോദിച്ചു, മോനെ, നീ അഭിഷേകം പ്രാപിച്ചതാണ്? അല്ലെന്ന് പറഞ്ഞു. ഞാൻ തമ്പേര് കൊട്ടേണ്ടത്. ഞാൻ കൊട്ടിക്കൊണ്ടിരുന്ന തമ്പേർ അദ്ദേഹം വാങ്ങി അഭിഷേകം പ്രാപിച്ചവരുടെ കൈ കൊടുത്തു. എനിക്ക് ആ സമയത്ത് വലിയ ഭാരം തോന്നി. അഭിഷേകം പ്രാപിക്കാത്തതിന്റെ വെളിച്ചത്തിലാണല്ലോ എനിക്ക് തമ്പരടിക്കാൻ അവസരം നഷ്ടപ്പെട്ടത്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ചർച്ചയിൽ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞാൻ നിറകണ്ണുനീരോടുകൂടെ ഇരുന്നു. ആ മാങ്ങന ജോസ് പാസ്റ്റർ തന്നെ വന്നിരുന്നു. അദ്ദേഹം സൂക്ഷിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്റെ മനസ്സിൽ, കർത്താവേ, അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് തമ്പേര് വാങ്ങി വേറെ കൊടുത്തതാണല്ലോ, നിന്റെ ആത്മാവ് എന്നെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് 14 പേർ അഭിഷേകം പ്രാപിച്ചതിൽ എളിവൻ ഉണ്ടായിരുന്നു. അന്നത്തെ അഭിഷേക ശക്തി
പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു ആത്മശക്തിയായി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഉപവസിക്കാനായി തീരുമാനിച്ചു. അന്ന് ആ മുറി നിറച്ച ആളുകളാണ്. എന്റെ മേൽ പ്രവചനാത്മാവിന് ഒരു വലിയ ദൂത് ദൈവം. ആ വീട്ടിലെ മകൻ സാരപ്പെട്ട്, ഞങ്ങൾ സമപ്രായക്കാരാണ്, അവയെ പിന്മാറ്റത്തിൽ പോയി അടുത്തൊരു വീട്ടിൽ കൂട്ടുകാർ ചേർന്ന് ചീട്ട് കളിക്കുകയാണ്. ഞങ്ങൾ യോഗത്തിനായി വീട്ടിൽ കയറുന്നതെല്ലാം മകൻ കണ്ടുകൊണ്ടിരിക്കുക. എന്റെ മേൽ പകരുന്ന പ്രവചന ശബ്ദത്തിന് മുമ്പിൽ ഇടിമുഴക്കത്തോട് ദൈവാത്മാവ് സംസാരിച്ച വ്യക്തികളോട് ഈ ശബ്ദം അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി. ഒരു വെളിപ്പാട് ദൂരമേ ഉള്ള ആ വീടുമായിട്ട് അദ്ദേഹം ഇവിടുന്ന് ചീട്ടുകൾ ഉപേക്ഷിച്ച് ആ മുറിയിൽ വന്ന് നെടുപാട് വീണ് കരഞ്ഞ് അദ്ദേഹത്തോട് ദൈവാത്മാവ് പല കാര്യങ്ങൾ സംസാരിച്ചു. അത് അദ്ദേഹത്തിന് ഒരു മടങ്ങോരവന് മുഖാന്തരമായി. അദ്ദേഹം പിൽക്കാലത്ത് കോട്ടയം പി.എം. സാറിന്റെ ബൈബിൾ കോളേജിൽ പഠിക്കുകയും അങ്ങനെ ബോംബെയിൽ കർത്തുവേല ചെയ്ത് ചില മാസങ്ങൾ മുമ്പ് താൻ പ്രിയവെച്ച സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എളിവൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് എനിക്ക് ടെക്നിക്കലായി പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായി. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സ് തിരുവല്ല ഒരു സ്ഥാപനത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി 2 പേപ്പർ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ചർച്ചിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുകയും ഞാൻ ഉപവസിക്കാനായി തീരുമാനമെടുത്തു. 19ാം ദിവസം രാത്രിയിൽ എന്നോട് ദൈവം ഇടപെട്ടു, നീ എന്റെ വേലയ്ക്കായി പോകണം. ഞാൻ ചോദിച്ചു, എന്റെ കാര്യം ആര് നോക്കും? ദൈവം ഇന്നതുപോലെ മറന്നിട്ടില്ല, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയും. എനിക്ക് മറ്റുള്ളവരോട് പണം ചോദിക്കുന്നത് അന്നു മുതൽ ഇഷ്ടമല്ല. ഒരു ദ്രവ്യാഗ്നിയായി നിലകൊള്ളുന്നതും ഇഷ്ടമല്ല. എന്നോട് ദൈവം സംസാരിച്ചു, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. 19ാം തീയതി രാത്രി ഞാൻ കണ്ണുനീരോട് സമർപ്പിച്ചു കൂടി. വീട്ടുകാരെല്ലാം CSI ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ ജ്യേഷ്ഠൻ അന്ന് CRPF പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. സാമ്പത്തികമായി അല്പം ഞെരുക്കമുള്ള ഒരു കാലഘട്ടം. ഡ്രസ് തന്നെ മാറിയിടാനില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. ഏതായാലും എന്റെ ആ തീരുമാനം ദൈവം കൈക്കൊണ്ടു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. ആ സന്ദർഭങ്ങളൊക്കെ പ്രവചനാത്മാവിൽ പലയിടങ്ങളിൽ വിളിക്കാനും ശ്രമിക്കാൻ അവസരം ഒരുക്കി. ഞാൻ മുമ്പേ ഒരു പേര് പറഞ്ഞല്ലോ, പാസ്റ്റർ ബാബു തലവടി. പാസ്റ്റർ ബാബു, രാജൻ ബാബു, അദ്ദേഹം മരണപ്പെട്ടു. ബ്രദർ ജെയിംസ്, ഞങ്ങൾ ഇത്രയും പേരെ പലയിടങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിക്കാൻ പതിവായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്ന വേളയിൽ ഞാൻ വിവാഹിതനാകും. അല്പം താമസിച്ചിട്ടാണ് വിവാഹത്തിന് തയ്യാറായത്. എന്റെ ഭാര്യ ബിൽസി അബ്രഹാം കൂത്താട്ടുകുളത്തിനടുത്ത് ഒഴിവൊരു സ്ഥലത്ത് ധാരാളം പ്രോഗ്രാം ഉണ്ട്. കുടുംബമായി സന്തോഷമായി പോകുന്നു. പക്ഷേ തലമുറ ജനിച്ചിട്ടില്ല. 9 വർഷമായിട്ടും ഒരു കുഞ്ഞ് കാണാൻ ഭാഗ്യമില്ലാതെ ഇരിക്കുകയാണ്. ഇളയവന്റെ ശുശ്രൂഷയിൽ മക്കളില്ലാത്ത അനേകർക്ക് ദൈവം പ്രാർത്ഥന ഫലമായി കുഞ്ഞുങ്ങളെ നൽകി. അവരെ കയ്യിൽ എടുത്ത് സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും പ്രതിഷ്ഠയുടെ അവസരം ലഭിച്ചത്. അങ്ങനെ മുൻപോട്ട് പോകുന്ന വേളയിൽ എന്റെ വൈഫിന്റെ മാവിയുടെ ഒരു മകൾക്കും കുടുംബത്തിനും മക്കളില്ലാതെ, അവർ 7 വർഷമായിട്ട് മക്കളില്ലാതെ ദുബൈയിലാണ്. ഒരു വൈദ്യസഹായം തേടി കൊടുങ്ങല്ലൊരു ഹോസ്പിറ്റൽ 7 ലക്ഷം രൂപ മുടക്കി. ട്രീറ്റ്മെന്റ് വിജയിച്ചില്ല. അവരെ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ നിരാശനായിരിക്കും. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴി തുറക്കും. എന്നാൽ അച്ഛൻ വരണം ദുബൈയിൽ. അവരുടെ ക്ഷണപ്രകാരം അവിടെ ചെന്നു അവർക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ അവർക്കൊരു വിടുതൽ ലഭിച്ചു. ഒരു മകൻ ഇപ്പോഴുണ്ട്. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ എളിവനായ എന്നിലൂടെ ദൈവം ചെയ്തത്. പക്ഷെ എന്റെ വിഷയത്തിൽ
ഒരു വിടുതൽ കാണാതെ ഇങ്ങനെ ഭാരപ്പെടുകയാണ്. എന്നാൽ 10-ാം വർഷമായപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, തലമുറ നൽകാം എന്നുള്ളത്. വരിയാപുരം ജോന ചെന്ന പ്രസിദ്ധനായ ദൈവദാസനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, മകനെ കാത്തിരിക്ക്, ഞാൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. അങ്ങനെ 10-ാം വർഷമായപ്പോൾ ദൈവം ഒരു വിടുതൽ അയച്ചു. ആ സന്ദർഭങ്ങളിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല. എന്റെ അനുഭവങ്ങൾ ആരോ അവിടെ ആ ഡോക്ടറെ അറിയിച്ചു. ആ മുറിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേഗം ഒരു തലമുറ നൽകാൻ പോവുകയാണ്. ഒരു മദ്രാസിലാണ് ഹസ്ബൻഡ് ജോലി, ഒരു തിരുവല്ലായി. ആ മാസം വരെ അവർ കടന്നുപോയി. പ്രാർത്ഥന ഫലമായി അവർക്കും ദൈവം ഒരു വിടുതൽ നൽകി. അങ്ങനെ നിരവധി വിടുതലുകൾ കഴിഞ്ഞ കാല ശുശ്രൂഷയിൽ മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ നൽകി. അങ്ങനെ എൻ്റെ മകൻ, ഒരു മകനേ ഉള്ളൂ. അവന് വിവാഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. ആ മകന് ഒരു തുണയെ ദൈവം നൽകി. ആ മകൾ ജനിച്ചത് ബോംബെയിലായിരുന്നെങ്കിലും പിന്നത്തേതിൽ ദുബൈയിൽ വളരാനും പഠിക്കാൻ ദിവസം ഒരുക്കി. അങ്ങനെ പ്രപ്പോസൽ വന്നു. എൻ്റെ മകനുമായുള്ള വിവാഹം നിശ്ചയമെല്ലാം അതാത് സമയത്ത് നിർവഹിച്ചു. വിവാഹത്തിന് ഒരു മാസം മുമ്പ് വത്സല്യ പിതാവ്, മോടെ പിതാവ് മരണപ്പെട്ടു. ആ ശുശ്രൂഷ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. ആ പിതാവിന് 2 മക്കളാണ് ഉള്ളത്. ഒന്ന് എൻ്റെ മകൻ പോകാൻ കഴിച്ച ബെറിൽ എന്ന് പറഞ്ഞപ്പോൾ, മൂത്ത മകൾ ബ്ലസ്സിമോൾ, അവരും UK അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയ സന്ദർഭങ്ങൾ. അങ്ങനെ ഇരിക്കവേ ബാംഗ്ലൂര് കോരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് IPCയിലെ ചില സഭകൾ ചേർന്ന് കാത്തിരിപ്പ് യോഗം നടത്താൻ പ്ലാനിട്ട് വാസു 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത പ്രോഗ്രാമാണ്. ഞാൻ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ട്രെയിനിൽ ഫെബ്രുവരി 18 ബുക്ക് ചെയ്തെങ്കിലും ഫെബ്രുവരി എന്നുള്ളത് മാർച്ച് മാസമായി. 5 ദിവസം മുമ്പ് പ്രോഗ്രാം ക്രമീകരിച്ച സംഘാടകർ വിളിച്ചു. പക്ഷേ ഞങ്ങൾ ഫെബ്രുവരി മാസം കാത്തിരിക്കുകയാണ്, വർഷം വരുമല്ലോ. അപ്പോഴാണ് ഡയറി നോക്കിയപ്പോൾ ശരിയാണ്. ടിക്കറ്റ് ഭാര്യയെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര മീറ്റിങ്ങില്. അങ്ങനെ 1 മാസത്തെ വ്യത്യാസത്തിൽ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടത്തില്ല. സാധാരണ ബസ്സിൽ പോകുന്ന പതിവുണ്ട്. അങ്ങനെ ബസ്സിൽ തിരുവല്ല എന്ന് ബുക്ക് ചെയ്തു. അതിനെ ഏജന്റിനോട് പറഞ്ഞിരിക്കുക ആദ്യത്തെ സീറ്റ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അതുപോലെ തന്നെ ഡ്രൈവറുടെ തൊട്ടുപുറയുള്ള സീറ്റ് എനിക്ക് 1-ാം നമ്പർ കിട്ടി. ഞാൻ നെയ്യാറ്റിൻകര ശുശ്രൂഷിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു രാത്രി സ്വപ്നം കണ്ടിരിക്കുന്ന അപകടം നേരിടുന്നു ഈ ബാംഗ്ലൂർ യാത്ര. അവിടെ പ്രസ്താവിച്ചു, അവരെ പ്രാർത്ഥിച്ചു, വീട്ടിൽ വന്നു. വൈഫിനോട് ഞാനത് പങ്കുവെച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. 4 മണിക്ക് ബാംഗ്ലൂർ യാത്രയ്ക്കായി ബസ്സിൽ കയറി. ഇങ്ങനെ വിൻഡോ സൈഡിൽ ഞാൻ ഇരിക്കുകയാണ്. രാത്രി 10 മണിയായപ്പോൾ സേലത്തെത്തി. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി. ഡ്രൈവർ മാറുന്നു, വേറെ ആൾക്കാർ കയറുന്നു. ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തൊരു വലിയ ലോറിയുടെ പിൻഭാഗത്തേക്ക് ഞങ്ങൾ സഞ്ചരിച്ച ആ ബസ് കയറി. ഇടിച്ചു കയറിയിട്ട് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം മറ്റേ ലോറിയുടെ ലെഫ്റ്റ് സൈഡ്. ഡ്രൈവർ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. ഈ ഇടിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ വിൻഡോ സൈഡിൽ ഇരുന്ന എളിയവനെ ദൈവാത്മാ പറഞ്ഞു, നീ മാറിയിരിക്കാൻ പറഞ്ഞു. ആ സീറ്റിന്റെ ഇങ്ങേ സൈഡ്. അങ്ങനെ മാറിയിരുന്നു. എല്ലാം കൊണ്ടൊരു 10 മിനിറ്റിനുള്ളിൽ ഒരു മയക്കം. ആ ബസ് എന്ന് ഇടിക്കുകയും അനന്തരം ഡ്രൈവർ മരണപ്പെടുകയും ആ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ ഭാഗത്ത് കമ്പി എന്റെ തലയിൽ അടിച്ചു കയറി. ഒരു കമ്പി എന്റെ കുതികാലിലേക്ക് അടിച്ചു കയറി. എന്റെ കണ്ണം നഷ്ടപ്പെട്ടു. കണ്ണിന് മൂലനായി ഒരു ചെറിയ കമ്പിയുടെ ആഘാതമേറ്റു.
അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സംഭവം. ബാക്ക് സൈഡിൽ ഇരുന്ന ഒരു പെൺകുട്ടി ഇടിച്ചെന്റെ സീറ്റിനടിയിലേക്ക് കയറി. സീറ്റ് പൊളിക്കാതെ എനിക്ക് പെൺകുട്ടിക്കും വെളി വരാൻ പറ്റത്തില്ല. അങ്ങനെ ഡ്രൈവറെ അവിടുന്ന് എടുത്തു. അനന്തരം മറ്റേ പെൺകുട്ടിയെ സീറ്റ് പൊളിച്ചിറക്കി. എന്നെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. തിരുവല്ല മെഡിക്കൽ മിഷൻ. അനേക ദൈവമക്കൾ അവിടെ പ്രാർത്ഥിക്കേണ്ടതായി. ചുരുക്കി പറയട്ടെ, ആ മുറിവുള്ള ഭാഗം കരിയാതെ വൃണമായി ഒരു പർപ്പടത്തിന്റെ വൃത്തത്തിലാണ്. ഡയബറ്റിക് ഉള്ളതുകൊണ്ട് കരിയുന്നില്ല. അങ്ങനെ ചർച്ചിൽ 21 days ഫാസ്റ്റിങ്, എളിയനും കുടുംബവും. ആ സന്ദർഭങ്ങളിൽ എല്ലാ ദിവസവും ആളുകൾ എന്നെ കാണാൻ വരും. അപ്പൊ നല്ല നല്ല ദൂതുകൾ ദൈവത്തെ ഒരു 3 മാസത്തോളം ആ കിടപ്പിത്തനായിരുന്നു. കാല് ടീപ്പോയി വെച്ച് പ്രാർത്ഥിച്ച ദൂത് കൊടുക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന അനേക ദൂതുകൾ ദൈവാത്മാവിനോട് സംസാരമല്ല ഡയറി കുറിച്ചു വെച്ചു. അങ്ങനെ ഒരു വലിയ സൗഖ്യം പ്രാർത്ഥന ഫലമായി ദൈവം തന്നു. ആ ദൂതൊക്കെ ഇന്നും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടതയുടെ മടിവിൽ എനിക്ക് തന്ന ദൂത് അനേക സഭകൾക്ക് അത് പ്രയോജനപ്പെടുവാൻ കാരണം. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ദൂതുകൾ അത് ജനത്തിന് വലിയ ഗുണം ചെയ്യും. ജീവിതങ്ങളുടെ ഉള്ളത്തെ സ്പർശിക്കും. ആത്മാവിൽ പറയുന്ന ദൂതുകൾ ജനത്തിന്റെ മേൽ വലിയ ക്രിയ നടക്കും. അതൊരു വലിയ സംഭവമായി. അതിനുശേഷം വർഷങ്ങൾ മുന്നോട്ട് പോയി. കുവൈറ്റ് ചൂടുകാര് ബൈബിൾ ക്ലാസും കാത്തിരിപ്യോഗം നടത്താനായി ക്ഷണിച്ചു. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ 2 സഹോദരിമാർക്ക് ദർശനം ഉണ്ടായി. ഭാഷയോടെ വന്നിട്ട് മരണപ്പെട്ടു പോകുന്നതായി ഒരു കാഴ്ച. ഞാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് ചുമ ബാധിച്ചു. അവിടെ ചെന്ന് പൊടിക്കാറ്റിന്റെ സമയം. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. ധാരാളം പേർ അന്ന് അവിടെ അഭിഷേകം പ്രാപിച്ചു. പല സഭകളിൽ നിന്ന് ആൾക്കാർ വന്നു. അതിനുശേഷം ബൈബിൾ ക്ലാസും യോഗമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ ശ്വാസം മുട്ടലായി. എനിക്കിപ്പോഴും മറക്കാൻ പറ്റത്തില്ല. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. പക്ഷെ എനിക്ക് ശ്വാസം മുട്ടൽ കാരണം അന്ന് ഭക്ഷണം കഴിച്ചില്ല. നെബുലൈസേഷൻ നടത്തി. ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ പറഞ്ഞു വേഗം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ 26 ദിവസമേ നിന്നുള്ളൂ. അമൃത ഹോസ്പിറ്റൽ അഡ്മിറ്റായി. എന്റെ ലെൻസ് എല്ലാം ഹോള് വീണു. മെയിൻ ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല, സംസാരിക്കാൻ കഴിയത്തില്ല. മരണം മുമ്പിൽ കണ്ട മണിക്കൂറുകൾ. എന്റെ വൈഫ് കരഞ്ഞെന്ന് ഓർക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് ദൈവം എന്നെ പുറത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ന്യൂമോണിയ. കോട്ടയം ഭാരത് ഹോസ്പിറ്റൽ, അവിടെയും 10-18 ദിവസം. അത് കഴിഞ്ഞ അടുത്ത വർഷമായപ്പോൾ വീണ്ടും ചങ്ങനാശ്ശേരി ഉദയഗിരി. ഇതെല്ലാം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ രോഗം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, പിന്നെ ചെയ്ത ദൈവം ഒരു പൂർണ്ണ വിടുതൽ ലഭിച്ചു. ഇപ്പൊ ഒരു 4 വർഷമായി അങ്ങനെ പ്രയാസം നേരിടുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കോവിഡിന്റെ കാലത്ത് കോവിഡ് വന്നെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ ഇടയ്ക്കും കോവിഡ് വന്നു. 3 പ്രാവശ്യം കോവിഡ് ബാധിച്ചു. പക്ഷേ വലിയ ശ്വാസം മുട്ടലോ മറ്റൊന്നും ഉണ്ടാകാതെ അതെല്ലാം ഒഴിഞ്ഞു മാറേണ്ടതാണ്. ഇതുവരെ ദൈവം കൃപയാൽ നിർത്തുന്നു എന്നുള്ളത്. 116 വാക്യമുണ്ട്. യഹോവയുടെ പ്രാർത്ഥനകൾ യാചന കേട്ടതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കും. പ്രാർത്ഥന കേട്ടാലും ഇല്ലെങ്കിലും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ദൈവം തന്നതുകൊണ്ട് നിരാശപ്പെടാതെ ഇതുവരെ നിൽക്കാൻ ദൈവം കൃപ. അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. പൗലോസ് പറഞ്ഞ പോലെ എന്നായിരിക്കുന്ന കൃപയല്ലാകും. കൃപ നഷ്ടപ്പെട്ടാൽ നാം ഏതുമില്ലാത്തവരായിട്ട്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ അനേക ശോധനയുടെ കടന്നുപോയിരുന്നു. ഞാൻ സഭചാർജ് ഇരിക്കുന്ന സന്ദർഭത്തിൽ സ്തോത്രരക്ഷ ഇടുന്നത് 10 പൈസയാണ്. ചിലർ 5 പൈസ ഇടും, ചിലർ 10 പൈസ. 1 രൂപ ഇടുന്നത് വളരെ അപൂർവമാണ്. ഞാൻ അതിനകത്ത് ലാസ്റ്റ് സഭചാർജ് ഇരിക്കുമ്പോൾ
ചാലിത്തോട്ടത്തിൽ ഒരു വീടുണ്ട്. അവിടെ 7 മക്കളാണ്. സാധാരണ നിലയിൽ പോകുന്നൊരു കുടുംബം. അവിടാണ് ആരാധന ആരംഭിക്കുന്നത്. ചെറിയ വരുമാനത്തിൽ വരുന്ന ഉപദേശിമാരെയൊക്കെ സൂക്ഷിപ്പാൻ ഭാഗ്യം ലഭിച്ചു. മണക്കാല സെമിനാരി വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അവധിയാണ്. അവർ സൂക്ഷിപ്പാൻ അവസരം ഉള്ളതുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ വരുമായിരുന്നു. അങ്ങനെ സൺഡേയിൽ ചില വന്നപ്പോൾ കിട്ടിയ ദശാംശം എല്ലാം കൂടെ അത് അവർക്ക് വീതിച്ചേരിക്ക് അടുത്ത ദിവസം കോയമ്പത്തൂര് ഒരു ബൈബിൾ കോളേജിൽ കാത്തിരിപ്പ് നിർമ്മാണം. പക്ഷേ പൈസയും. ഞായറാഴ്ച രാത്രിയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു. നാളെ നിനക്കൊരു 300 രൂപയുടെ മണി ഓർഡർ വരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേറ്റു. ഒരു 9:30 ആയപ്പോൾ പോസ്റ്റ്മാൻ 300 രൂപയുമായി വന്നു. അടുത്ത ചൊവ്വാഴ്ച ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പൊ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിച്ച ദൈവമക്കളെ ഇന്നും നമുക്കായി ജീവിക്കുന്നു. അങ്ങനെ നിരവധി വിടുതലുകൾ നടന്നു. അങ്ങനെ സഭ ചാർജിൽ അനേക സന്ദർഭങ്ങൾ 20 ദിവസം മാസങ്ങൾ അനേകരുടെ ബന്ധന വഴിയാണ്. ധാരാളം പേർ അഭിഷേകത്താൽ നിറയപ്പെട്ടു. കൃപ അത് ചിലർ കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങാൻ ഇടയാച്ചു. അവരെ കോട്ടയം വടവാതൂരുള്ള PM സാറിന്റെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. അവരൊക്കെ കർത്തൃ വേലയിൽ വളരെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല ചർച്ച അവിടെ ദൈവം. അതിനുശേഷം സഭ ചാർജ് വിട്ടു. IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഷാരോൻ, സ്വതന്ത്ര സഭ, അങ്ങനെ വേർപെട്ടുള്ള അനേക സഭകളിൽ എളിവനെ വിളിക്കാനും കാത്തുപയോഗങ്ങൾ ഗുണപയോഗം നടത്താനുള്ള കൃപദൈവം ഇന്നുവരെയും തന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ കരുണയും. അനേക ദൈവമക്കൾ എളിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന മറുപടിയാണ് ഇതുവരെയും അതേ നിൽക്കാൻ ദൈവം കൃപ. ട്രിവാൻഡ്രത്തുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്റർ എന്നെ ക്ഷണിച്ചു. 3 ദിവസത്തെ കാത്തിരിപ്പയോഗം നടത്തി. അദ്ദേഹം താമസിക്കുന്നത് കൊട്ടാരക്കരയാണെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ തിരുവനന്തപുരം പോകത്തുള്ളൂ. പട്ടം ചച്ചമൂട് എന്നെ പറഞ്ഞ് നമുക്ക് കൊട്ടാരക്കര വെച്ച് ഒരുമിച്ച് പോകാം. അപ്പൊ അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ കയറിയ ബസ്സിൽ 16-ാം സീറ്റ് നമ്പർ ഇരിക്കരുത്, അത് ബുക്കിംഗ് ചെയ്ത സീറ്റാണെന്ന് എന്നോട് ദൈവം. ഞാൻ കൊട്ടാരക്കര ചെന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വന്നു. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ്സിൽ ഞങ്ങൾ 2 പേരും കൂടെ നേരത്തെ കയറി. 16-ഉം 15-ഉം സീറ്റ്. ഞാൻ 16, അദ്ദേഹം 15. അദ്ദേഹം വിൻഡോ സൈഡിൽ 15-ൽ, ഇപ്പിന്റെ സൈഡിൽ 16. ഇരുന്നപ്പോഴേ പറഞ്ഞു നമുക്ക് വേറെ സീറ്റ് ഇരിക്കാം. ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഈ 16-ാം സീറ്റ് ബുക്കിംഗ് ഉള്ളതാണ്. ഡ്രൈവർ എഴുന്നേൽപ്പിക്കും. ഇല്ല സാരമില്ല, സ്വപ്നങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് മുഴുവനും ആളുകൾ കൊണ്ട് നിറഞ്ഞു. ആളുകൾ നിൽക്കത്തക്ക നിലയിലായി. അതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ധാരാളം ആളുകൾ ആ സമയത്ത് കയറുമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, സീറ്റ് നമ്പർ 16 ബുക്ക് ചെയ്തതാണ്, കയറാൻ പോകുന്നതുകൊണ്ട് എഴുന്നേറ്റുണ്ട്. തിരിയാൻ വയ്യാത്ത തരത്തിൽ ജനങ്ങൾ ബസ്സിന്റെ അകത്ത്. പാവം പാസ്റ്ററും ഭാരപ്പെട്ടു. ഈ കുഞ്ഞു പാസ്റ്റർ പറഞ്ഞതാണല്ലോ, അതിന് വില കൊടുക്കാതെ ഞങ്ങൾ 2 പേരും അത് ശ്രദ്ധിച്ചില്ല. ഞാൻ അപ്പുറത്തൊരു ഭാഗത്ത് ഞെരുങ്ങി നിൽക്കുകയാണ്. എന്റെ തലയാഴ്ച എനിക്ക് മഞ്ഞപ്പിത്ത രോഗം വന്ന് നടുവിനൽപ്പം പ്രയാസം. ഇങ്ങനെ പാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നതിനടുത്ത സീറ്റിൽ നിന്നൊരു യൗവനക്കാരൻ വേഗം എഴുന്നേറ്റു. സാർ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി. അങ്ങനെ ട്രിവാൻഡ്രം വരെ ഒരു പ്രയാസം കൂടാതെ എത്തി. ഒരു ചെറിയ വിഷയമാണെങ്കിലും ആ യാത്രയിൽ കരുതുന്ന ഒരു ദൈവം. ദൈവാത്മാവ് സംസാരിച്ച ദൂതൻ നിസ്സാരമായി കാണരുതെന്നൂടെ
ഓർപ്പിക്കുകയാണ്. അതിന്റെ ഗൗരവം പിന്നീടാണ് മനസ്സിലായത്. നമ്മുടെ ചെറിയ കാര്യത്തിൽ പോലും ദൈവ ശ്രദ്ധയുള്ളവനാണ്. നമ്മളെ യാത്രയെ നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം ഉണ്ടെന്നുള്ളത് ഒരു തെളിവാണ്. 2, പുല്ലാടിനടുത്തൊരു ചർച്ചിൽ ഒരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. 3 ദിവസത്തെ ലാസ്റ്റ് പകൽ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ അവിടെ വിശ്രമിക്കുകയാണ്. അമ്മച്ചി പെട്ടെന്ന് വന്നു, പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇന്ന് വൈകിട്ട് വട്ടയപ്പം എന്ന് പറയുന്ന ആഹാരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പേ മാവെല്ലാം കുഴച്ചു വെച്ചു. അത് വട്ടയപ്പം ഉണ്ടാക്കേണ്ട ആ സ്ഥിതിയിൽ എത്തിയില്ല, മാവ് പൊങ്ങിയില്ല. അമ്മച്ചി വലിയ വെപ്രാളമായി. ഇതാണ് മെയിൻ ആഹാരമായി അമ്മച്ചി കൊടുക്കാനായി ഇച്ഛിക്കുന്നത്. വർഷം മുമ്പുള്ള കാര്യം. അമ്മച്ചി വളരെ ഭാരപ്പെട്ടു. പക്ഷേ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും. അമ്മച്ചി ഞാനും കൂടെ ആ മാവിരിക്കുന്ന പാത്രത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ശക്തി ആ പാത്രത്തിൽ വ്യാപിച്ചു. ഞാൻ അടുത്ത മുറിയിൽ വിശ്രമത്തിനായി കയറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിലെ മാവ് പതുക്കെ പൊങ്ങി. അരമണിക്കൂറിനുള്ളിൽ വട്ടയപ്പം ഉണ്ടാകത്തക്ക തരത്തിൽ ആ മാവ് ആ സ്ഥിതിയിൽ എത്തിച്ചേർന്നു. അന്ന് അമ്മച്ചിക്ക് ഒരു സാക്ഷി പറയാൻ അവസരം വേണം. ധാരാളം ആളുകൾ ഇവിടുന്ന് വന്നിരുന്നു. സാക്ഷി വെച്ച് അമ്മച്ചി എന്താ സാക്ഷ്യം? അമ്മച്ചി പറഞ്ഞു, എനിക്ക് വട്ടയപ്പത്തിന്റെ സാക്ഷ്യം പറയാം. അമ്മച്ചി ഈ സംഭവങ്ങളെല്ലാം അന്ന് രാത്രിയോടെ പങ്കുവച്ചു. പ്രിയരെ, ഒരു ആഹാരത്തിന്റെ വിഷയത്തിൽ ഒരു തടസ്സം നേരിട്ടപ്പോൾ ആ തടസ്സത്തെ മാറ്റാൻ ദൈവം സർവശക്തനാണ്. ആ വിഷയത്തിൽ പോലും ദൈവം ശ്രദ്ധയുള്ളവനാണ്. യോഗം കഴിയുമ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കണം. പലതുണ്ടെങ്കിലും ഇതാണ് അമ്മച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം. ആഹാര വിഷയത്തിലും ദൈവം ശ്രദ്ധയുള്ളവനാണെന്ന് ഈ തരണത്തിൽ ഓർമ്മിക്കുന്നു. അടുത്തത് പെരുമ്പറ്റി IPC എന്ന് പറഞ്ഞ സ്ഥലം. ഇന്നേക്ക് 45 വർഷം മുമ്പ് ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് എന്നെ ക്ഷണിച്ചു. ആ കാലഘട്ടങ്ങളിൽ കൂടെ പോകുവാൻ. മറ്റൊരു പ്രാവശ്യം ആ വീട്ടിലെ പ്രാർത്ഥന ക്ഷണിച്ചപ്പോൾ അവിടുത്തെ മകൻ സാൻകുട്ടി, അദ്ദേഹം സൗദി അറേബ്യയിലെ പാസ്സായിരുന്നു, ഇപ്പോൾ മക്കളുടെ കൂടെ ഓസ്ട്രേലിയ ആയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, തന്റെ കുഞ്ഞു പാസ്റ്റേ, ഈ വീട്ടിലെ ഉമ്മച്ചാൻ എന്ന് പറയുന്ന പിതാവ് മാരക രോഗം പിടിപെട്ട് അത് കഴിയുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൾ ഒരു കന്യാസ്ത്രീ കൂടെയാണ്. പിതാവിന്റെ മടത്തുന്ന പിതാവിനെ സൂക്ഷിപ്പാനായി വന്നിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം സംസാരിക്കാൻ പോലും കഴിയാതെ ഏത് നിമിഷവും മരിക്കുമെന്നുള്ളത് എന്നോട് സ്വർഗം പറഞ്ഞ്, നീ പ്രാർത്ഥനയില് എന്റെ കാര്യം വെളിപ്പെടാൻ പോവുകയാണ്. പലരും ആ മുറിക്കകത്തുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. എന്നോട് പറഞ്ഞു, ആത്മാ പറഞ്ഞു, ആ മനുഷ്യനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അദ്ദേഹം എഴുന്നേറ്റു. ആ മുറിക്കകത്ത് നടക്കാൻ തുടങ്ങി. 6-7 മാസം നടക്കാത്തൊരു മനുഷ്യൻ, മരണം മുൻപിൽ കണ്ടിരുന്ന ആ വ്യക്തിത്വം ആ പ്രാർത്ഥനയിൽ ദൈവം സൗഖ്യം കൊടുത്തു. വേറൊരു മീറ്റിങ്ങിന് ആ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ, അന്നും വഴിയൊന്നും ഇല്ലാതെ പറമ്പിന്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. ഈ സൗഖ്യം പ്രാപിച്ച പിതാവിന് അവിടെ അല്പം സ്ഥലമുണ്ട്. അദ്ദേഹം പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട് അദ്ദേഹം വിളിച്ചു, തലകുഞ്ഞു പാസേ, ഇത് ഉമ്മച്ചാനാണ്. അദ്ദേഹത്തിന്റെ ആള് മാറി, സ്വഭാവമായി എല്ലാ നിലയിലും വലിയ മാറ്റം. ഞാൻ പറയാൻ വന്നത്, ദൈവം സൗഖ്യമാക്കിയാൽ അത് സൗഖ്യം തന്നെയാണ്. അങ്ങനെ നിരവധി വിടുതലുകൾ കഴിഞ്ഞകാല ശുശ്രൂഷയിൽ ദൈവം നൽകിയത് ഇന്നതുപോലെ ഓർക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വർണ്ണിച്ചാലും അത് തീരാത്ത കാര്യങ്ങളാണ്. ചെട്ടുളങ്ങര ഒരു
സഭയിലെ മീറ്റിംഗ് ശേഷം ഒരു കുടുംബമായി ഷാർജയിലാണ്. ആ സഹോദരന്റെ ഭാര്യ വീട്ടിലായിരുന്നു മീറ്റിംഗ്. യോഗത്തിന് ശേഷം പലരും പ്രാർത്ഥിക്കാൻ വന്നു. ആ സഹോദരി മുൻപോട്ട് വന്നു. ഞാൻ ചോദിച്ചു, മോൾ സംസാരിക്കത്തില്ലേ? ഇല്ല പക്ഷേ ഒരു ശബ്ദം മാത്രം കേൾപ്പിക്കും. 3 വയസ്സാകാറായ സമയം ആ പ്രാർത്ഥനയിൽ ദൈവം മകൾക്കൊരു വലിയ വിടുതൽ കൊടുത്തു. അന്ന് രാത്രി തന്നെ സംസാരിക്കാൻ, നാവിനെ കട്ടഴിയുവാൻ വളരെ മിടുക്കിയായി വാക്കുകൾ പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകാനിടയായി. ഒരു കുടുംബമായി ഇപ്പോൾ വിദേശത്താണ്. ഞാൻ പറയാൻ വന്നത്, ദൈവം ഏതു സാഹചര്യത്തിനും നമ്മളെ വിടുവിക്കും. ബഹറിൽ ഒരു പ്രോഗ്രാമിനെ ക്ഷണിച്ചു. പാസ്റ്റർ ഷാജി എന്ന അദ്ദേഹം പാസ്റ്ററില് ഒരു കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ജോലിക്കാരൻ. അദ്ദേഹത്തിന് തലകറക്കങ്ങൾ, ഏത് നിമിഷവും വീഴുന്ന രംഗം, തല പൊട്ടിപ്പോകുന്ന പോലെ. ഞാനൊരു വിഷയത്തിൽ ഒരാൾക്ക് വേണ്ടി ഊസിക്കുമ്പോൾ ഈ മകൻ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അവിടെ വന്നാണ് വീണ്ടും വിളിച്ച ഒന്നര പുതുക്കാനായി. ആ മകന്റെ തലയ്ക്കകത്ത് വണ്ട് മൂളുന്ന പോലെ, ആര് നോക്കിയാലും കരഞ്ഞു പോകും, അതുപോലെ തല പൊട്ടുന്ന പോലെ. എന്നോട് അൽമ പറഞ്ഞു, മനുഷ്യനോട് ഉപസിക്കണം, വെള്ളം കുടിക്കാതെ ഉപസിക്കാനായി പ്രായം. ഒരു ദിവസം വെള്ളം കുടിച്ചു ഇല്ല, 1.5 ദിവസം വെള്ളം കുടിക്കാതെ ഉപസിച്ചു. 2 ദിവസം തീരുന്നതിന് മുമ്പ് ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചു, അത്ഭുത സൗഖ്യം. ആ തലവേദന പിന്നെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം അടുത്ത ദിവസം ജോലി രാജിവെച്ച് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. ഇത് അദ്ദേഹം ബാംഗ്ലൂർ നല്ലൊരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അസംസ്കൃത സഭയുടെ ശുശ്രൂഷകനായി ഒരു വലിയ കൂട്ടം ദൈവം നൽകി. ആ മകന്റെ വിടുതൽ എപ്പോഴും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാനും. മറ്റൊന്ന്, ഞങ്ങളുടെ തലമുടിയിലെ ആ ബ്രദർ ഇന്ന് മരണപ്പെട്ടു വർഷങ്ങളായി. ആ മകന് വെളിയിലത്തെ പൈപ്പിലെ വെള്ളമാണ് ഉപയോഗിച്ചത്. അത് ചിലപ്പം കിട്ടത്തില്ല. അങ്ങനെ കിണറ് കുഴിക്കണം. ഒരു തോടിന്റെ വക്കിൽ, അപ്പൊ പിന്നെ പുറവശത്ത് വയലുകൾ. 6 മാസം ഏത് കിണറും സ്ക്വാഷിന്റെ കളറായിരിക്കും. കിണറ് കുഴിച്ചാൽ യാതൊരു പ്രയോജനമില്ല, കലങ്ങിയ വെള്ളമായിരിക്കും. ഒരു രാത്രി അദ്ദേഹം വന്നു. ഷാജി എന്ന് പറഞ്ഞ മനുഷ്യൻ തലകുഞ്ഞു ഭാഷയെ, നമുക്ക് ഒരു കിണറ് കുഴിക്കണം, വർഷം വരണം, പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ച് രാവിലെ അവിടെ എത്തി. ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവ നിയോഗത്തിൽ ഇവിടെ കുഴിക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയുടെ മറുപടിയായി ആ കിണറ് കുഴിച്ചു. തൂവെള്ളം. അതിന്റെ പരിസരത്തുള്ള കിണറെല്ലാം വേറെ കളർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കലങ്ങിയും മറിയുന്ന വെള്ളം. ഈ വെള്ളം നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ കണ്ണുനീര് പോലെന്ന് പറയാം. നല്ല തൂവെള്ളയായ വെള്ളമാ കിണറ്റ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതിനകത്ത് ശുശ്രൂഷിക്കുന്ന കാലഘട്ടങ്ങളിലും ഒരു മലയുടെ മുകളിലാണ് അവരുടെ വീട്. 2 ഫർലോങ് ഇറങ്ങി വേണം വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവരാൻ. അദ്ദേഹം ദിവസം ഉപസിച്ചു. എന്നോട് പാസ്റ്റേ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിണർ വെട്ടണം. അങ്ങനെ ആത്മദൈവത്തോടു കൂടെ പ്രാർത്ഥിച്ചു. 20 അടി കഴിഞ്ഞിട്ടും വെള്ളം കാണാനില്ല. 30 ആയി. 35 ആയപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ ഒരു പാറയുടെ ഭാഗത്തുനിന്ന് വെള്ളം ഉയർന്നു. 1.5 ആൾ താഴ്ചയിൽ വെള്ളം. ആ മലയുടെ മുകളിൽ ഒരിക്കലും വെള്ളം കിട്ടാൻ സാധ്യതയില്ല. ആ വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ, അറിഞ്ഞപ്പോൾ പലരും വന്ന് ആ കിണർ വീക്ഷിക്കേണ്ടയാണ്. അങ്ങനെ എത്ര വിടുതലുകൾ കഴിഞ്ഞ കാല ശുശ്രൂഷയിൽ ദൈവം നൽകി. തിരുവല്ല കൊഴഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ തോട്ടഭാഗം എന്നൊരു സ്ഥലമുണ്ട്. ഇവാഞ്ചലിക്കൽപ്പെട്ട കുമ്പനാട് സ്വദേശിയായ ഒരുവൻ വീടും
വെക്കാമായി സ്ഥലം വാങ്ങി ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ട് 10 വർഷമായി. ആ ഫൗണ്ടേഷന് മുകളിൽ മുഴുവനും കാട് കയറി. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ കാടുകൾ കൊണ്ട് മൂടപ്പെട്ടു. കുമ്മനാടൊരു മീറ്റിംഗിൽ ചെന്നു. ഈ സഹോദരനും വന്നു. ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു വിഷയം കണ്ടു. ഒരു വീട് പണി നാളുകളായി മുടങ്ങിക്കിടക്കുന്നു, അതിന് ഒരു വിടുതൽ സമയമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. 3 ദിവസം പണി ആരംഭിച്ചു. അങ്ങനെ 6 മാസം കൊണ്ട് വീട് പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി ആ വിഷയത്തിലും അവയെ കാണാൻ ദൈവം അവസരം ഒരുക്കി. സൗദി അറേബ്യയിൽ ഒരു മീറ്റിംഗ് എന്നപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സിനോട് ദൈവം പറഞ്ഞു, നിനക്കൊരു ക്യാൻസർ പിടിപെടുന്ന ഒരു രംഗം കാണുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നല്ല ആരോഗ്യമതിയായി, നല്ല ശമ്പളത്തിൽ. ഞാനിവിടെ 3 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരും. 4-ാം മാസം ആയപ്പോൾ ഇവിടെ ശരീരത്തിൽ വലിയ അസ്വസ്ഥത. പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ അവിടെ ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിരിക്കുക. പെട്ടെന്ന് അത് ശരീരം മൊത്തത്തിൽ വ്യാപിച്ചു, സ്പ്രെഡായി. 5 മാസത്തിനുള്ളിൽ ആ മകൾ ഈ ലോകത്തോട് യാത്ര വന്നു. ദൈവാത്മാവ് കാണിച്ചതാണ്. ഞാനും പ്രാർത്ഥിച്ചു, ആ വീട്ടുകാരും വളരെ ഉപസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവഹിതം മറ്റു നിലയിലായിരുന്നു. ദൈവാത്മാവ് നേരത്തെ കാണിച്ച വിഷയമായെങ്കിലും അവർ വേണ്ട പോലെ ആ ദൂതിൽ, ആ ആലോചനയിൽ അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് കഴിഞ്ഞില്ല. അതൊരു ഭാഗം. പക്ഷെ മറുഭാഗത്ത് അവർ അതിനു വേണ്ടി അറിഞ്ഞപ്പോൾ മുതൽ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ വലിയ വിടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദൈവം മറ്റൊരു വിടുതലാണ് ദൈവം നൽകി. എൻ്റെ ഒരു സ്നേഹിതനായ ജെയിംസ് എന്ന് പറയും, അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചത്. അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹം ഷാർജയിൽ ജോലിയുടെ ബന്ധത്തിൽ ഭാര്യ സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ, അതിനടുത്തൊരു വീട്ടിലാണ് ഞാൻ ചില മാസങ്ങൾ വർഷങ്ങൾ താമസിച്ചത്. അവിടെയാണ് ഞങ്ങളുടെ ചർച്ചിന്റെ ആരംഭം. ഒരു കുടുംബത്തിൽ അംഗെന്ന പോലെ ബാബു തൊലയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഞാൻ താമസിച്ച വരവേ ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അടുത്തൊരു ആറുണ്ട്, അവിടെ പോയി കുളിക്കാമെന്ന് കരുതി അവിടേക്ക് ചെല്ലുമ്പോൾ ആളുകൾ വലിയ ബഹളം, നിലവിളി കേൾക്കാം. ഒരു സഹോദരി എന്ന് പറഞ്ഞു, കുഞ്ഞുപാശെ, അവിടുത്തെ മരുമകൾ ഏതോ ബാധ കണ്ട്, ഏതോ പേടിച്ച് അവക്ക് ബോധമില്ലാതെ വല്ലാതെ കടന്നു ഉള്ളുന്നു. അതിന് കാരണം ഒരു വലിയ വീതിയുള്ള ആറില്ലെങ്കിലും വലിയ ആഴമുള്ളതാണ്. ആരോ കൊന്ന ഒരു ലേഡിയുടെ ഡെഡ് ബോഡി ഇവരുടെ വീടിന്റെ ആ കടവിൽ, ആറ്റുകടവിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുന്നു. ഒരു കൈ ഇങ്ങനെ മുകളോട്ടായി ഉയർത്തി. ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു സഹോദരി രംഗം കണ്ടിട്ട് ഈ സഹോദരിയെ വിളിച്ചു. അവിടെ പേര് കുഞ്ഞോളം. കുഞ്ഞോളെ, നിന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്, നീ വേഗം വരാൻ പറഞ്ഞു കടവിൽ. ഇവളാരെന്ന് അറിയാൻ വേണ്ടി വരുമ്പോൾ ഈ ഡെഡ് ബോഡി കണ്ടിട്ട് അവൾ പേടിച്ച് അവിടെ തന്നെ അവൾ കവണ് വീണു, അലറി കരഞ്ഞ് ബോധം നഷ്ടപ്പെട്ട ആളായി. ഒരു മുറി കൊണ്ടുപോയി നിലത്ത് കിടക്കുക. അമ്മായപ്പൻ ഉൾപ്പെടെ കരയുന്നു. വീട്ടുകാരും അദ്ദേഹത്തിന്റെ സഹോദരിമാർ, മാതാവെല്ലാം കരച്ചിലാണ്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ ആ സഹോദരി നാക്കെല്ലാം നീട്ടി ഇങ്ങനെ നിശ്ചലമായി കഴിയുക. പെട്ടെന്ന് ആത്മ പറഞ്ഞതൊരു ബാധയാണ്. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അവിടെ മേൽ ബാധിച്ച ബന്ധനം അഴിച്ചു. സ്വർഗത്തിന്റെ കരവോടെ വെളിപ്പെടാനായി അവിടെ ചാടി എഴുന്നേറ്റു. നിങ്ങളെന്താ ഇത്ര പേര് വരാൻ കാരണം? ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷയിൽ നിരവധി വിടുതലുകൾ ദൈവം നൽകിയത് മറക്കാൻ കഴിയും. ഓരോ സഭകളിൽ ചെല്ലുമ്പോൾ നടന്ന അത്ഭുതങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ചുവാണ്ടത്ത് വട്ടപ്പാറ കഴിഞ്ഞ സ്ഥലത്ത് വെയിറ്റ് നടന്ന സ്ഥലം, അവിടെ ഒരു PMCയുടെ സഭയും അവിടെ ഒരു സഹോദരൻ
താമസിക്കണം, പക്ഷെ വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ മലയാണ്. വേറൊരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഒരു രാത്രിയിൽ ആത്മാവ് പറഞ്ഞു, എന്റെ ആ സ്ഥലത്ത് തന്നെ വീട് വെക്കും. ആ സ്ഥലത്തെ മണ്ണ് വേറെ ആൾ കൊണ്ടുപോകുന്നതും നിനക്ക് വീട് വെക്കാനുള്ള ഒരു സംവിധാനം അവിടെ ദൈവം ഒരുക്കും. മനോഹരമായ ഒരു വാർത്ത വീട് ദൈവം തരും. അദ്ദേഹം ആ ദൂതൻ റെക്കോർഡ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഒട്ടും താമസമില്ല, ആ മണ്ണ്, ആ ഭാഗത്തെ മണ്ണ് മുഴുവനും നീക്കം ചെയ്തു. 5 പൈസ ചെലവില്ല. മനോഹരമായൊരു വീട് അവിടെ ലഭിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ആ ഭവനത്തിൽ ദൈവം നടത്തിയത് ഓർക്കുമ്പോൾ എത്രമാത്രം സ്തുതിച്ചാലും അത് അതീപറ്റാകത്തില്ല. അങ്ങനെ നിരവധി വിടുതലുകൾ കഴിഞ്ഞകാല ശുശ്രൂഷയിൽ ദൈവം ചെയ്തത് ഓർക്കുമ്പോൾ ഈ ദൂത്, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയരെ, നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. പലപ്പോഴും പലതും നടക്കാത്ത നമ്മുടെ അവിശ്വാസമാണ്. എബ്രായർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ആരിലും ഉണ്ടാകരുത്. യേശുവിന്റെ അയ്യകാലത്തും ആളുകളുടെ അവിശ്വാസം പല വിടുതലുകൾ നടക്കാൻ കഴിയാതെ പോയി. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണല്ലോ തിരുവചനം നമ്മൾ വായിക്കുന്നത്. എന്റെ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും വർഷങ്ങളായി ഉണർവ് മീറ്റിംഗ് ഉണ്ട്. അനേകർ വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, മനസ്സാന്തരപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്നാനപ്പെട്ടവർ നിരവധി പേരുണ്ട്. പിന്നെ മാതൃസഭയിൽ ചേർന്ന പല കുടുംബങ്ങളുണ്ട്. ആ മീറ്റിംഗ് മുഖാന്തരം കുറ്റപ്പെട്ട ഭാഗത്തുനിന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു. ആ മകൻ കല്യാണം കഴിച്ചിട്ടും 6-7 വർഷമായി മക്കളില്ല. ആ പ്രാർത്ഥനയിൽ ആ വിഷയം വെച്ചു, കൈകോർത്തു പ്രാർത്ഥിച്ചു. 3-ാം മാസമായപ്പോൾ വിടുതൽ ലഭിച്ചു. ഒരു പെൺകുഞ്ഞിനെ അവർക്ക് ദാനം നൽകി. ഇലിവേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു ആ കുഞ്ഞിന്റെ ജനനം. 6 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് 2 കാലും നടക്കാൻ കഴിയാത്ത സ്ഥിതി പോലെ, ഒട്ടും വണ്ണമില്ല. ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് നടക്കത്തില്ല. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും നിലവിളിയോടുകൂടെ ആ പ്രാർത്ഥനയിൽ ദൈവാത്മ പറഞ്ഞു, ഇല്ല, അടുത്ത ദിവസം ആ കുഞ്ഞ് ഓടി നടക്കും. അല്പം ഒന്ന് പറയട്ടെ, ആ മകൾക്ക് പൂർണ്ണമായൊരു വിടുതൽ ദൈവം. ഒരു സ്ഥലത്ത് ഇരിക്കാമെന്ന് ഇരിക്കത്തില്ല, ഓട്ടമാണ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രദർ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു അങ്കുഞ്ഞിനെ വേണം. ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ഒട്ടും താമസിക്കാതെ ഒരു വിടുതൽ നടക്കും. അങ്ങനെ ദൈവം അവർക്കൊരു ആൺകുഞ്ഞിനെ കൂടെ നൽകി. ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട പൈതലായി വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞകാല ശുശ്രൂഷയിലൊക്കെ ദൈവം ചെയ്തെടുത്തത് അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, നാളുകളായി പ്രാർത്ഥിച്ച പല വിഷയങ്ങളിൽ മറുപടി കാണാതെ ആരെങ്കിലും നിരാശരായി ഇരിക്കുന്നത്, സഭാപ്രസംഗങ്ങളിൽ വാക്യമുണ്ട്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ, ഏറിയ നാൾക്ക് ശേഷം കിട്ടും. പ്രാർത്ഥിച്ച വിഷയമാണോ അത് ലഭിക്കുന്നതന്നെ ചെയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും എന്നുള്ളത്. പണ്ടൊരു മനുഷ്യൻ കടൽ കാണാനായിട്ട് പോയി. ആദ്യമായിട്ടാണ് കടൽ കാണാൻ ചെല്ലുന്നത്. എന്നെ തീർത്തിരുന്നു. അദ്ദേഹം സന്തോഷിച്ചു. വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഒരു 40 മീറ്റർ നടന്നെങ്കിലേ വെള്ളത്തിൽ താഴും. ഇദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി ഒന്ന് കുളിച്ചു കയറാം. ഡ്രസ്സൊക്കെ മാറി കുളിക്കാനായിട്ട് കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ തിര ഇങ്ങനെ കയറി വരികയാണ്. അത് പേടിച്ച് പുറകോട്ട് മാറി. ഈ തിര അടങ്ങട്ടെ എന്നിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. വീണ്ടും ഇറങ്ങിയപ്പോൾ അടുത്തൊരു തിര. കുറെ അധികം സമയം നോക്കിയിട്ട് അദ്ദേഹത്തിന് കുളിക്കാൻ കഴിഞ്ഞു. ഈ തിരമാല അടങ്ങിയിട്ട് കുളിക്കാമെന്ന് കരുതിയാൽ കുളി നടക്കത്തില്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ തിരയെ വകവെക്കാതെ ഇറങ്ങുന്നവർക്കും മാത്രമേ ആ കാര്യം സാധിക്കത്തുള്ളൂ.
കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. കാറ്റ് പ്രതികൂലത്തെ കാണിക്കുക. പ്രതികൂലമെല്ലാം മാറിയിട്ട് വിതയ്ക്കാമെന്ന് കരുതിയാൽ വിത നടക്കത്തില്ല. ആ പ്രതികൂലങ്ങളെ വകവെക്കാതെ ഒരു കർഷകൻ വിതച്ചെങ്കിലേ ആ വർഷം ഫലം കൊയ്യാൻ പറ്റും. മേഘങ്ങളെ നോക്കുന്നു, അത് പ്രതികൂലമാണ്. മേഘമൊന്നും മാറട്ടെ, നല്ല കാലാവസ്ഥ ലഭിക്കട്ടെ, എന്നിട്ട് കൊയ്ത്ത് നടക്കാമെന്ന് കരുതിയാൽ നടക്കത്തില്ല. ആ കൊയ്ത്ത് പാഴായിപ്പോവും, വിളവ് പാഴായിപ്പോവും, ലഭിക്കത്തില്ല. കൊണ്ട് പ്രതികൂലങ്ങൾ കണ്ട് ആരും മാറി നിൽക്കരുത്, മുൻപോട്ട് ഇറങ്ങുക. ദൈവം കാര്യം സാധിപ്പിച്ചു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് തലവേദന വർദ്ധിച്ചിട്ട് ട്യൂമറാണോ എന്ന് പോലും സംശയിക്കത്തക്ക നിലയിൽ ഡോക്ടർമാരുടെ പരിശോധനയിൽ ഒരു രോഗമില്ല. പക്ഷേ പ്രശ്നം മാറിയിട്ട് തിങ്കളാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ സ്വർഗമാ മനുഷ്യന് വിടുതൽ ലഭിച്ചു. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സമുദായത്തിലാണ്. അവർ സഭ്യമായപ്പോൾ ശരീരത്തിൽ ചെറിയൊരു ചൊറിച്ചിൽ ബാധിച്ചു. 10 മണിയായി, 11 ഓയിന്റ്മെന്റുകൾ പലതും പുരട്ടിയിട്ടും ചൊറിച്ചിൽ നിൽക്കുന്നില്ല. രാവിലെ ആയപ്പോൾ മുഖമെല്ലാം വീർത്ത്, കണ്ണ് എല്ലാം വീർത്ത് വല്ലാത്തൊരു രൂപത്തിൽ. തിങ്കളാഴ്ചത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി പോകാമെന്ന് കരുതി അവർ വന്നു. എല്ലാ സമയത്ത് വേറൊരു വ്യക്തിക്ക് ഇവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന നിർത്തിയിട്ട് ദേശത്തെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എണ്ണ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചൊറിച്ചിൽ ശാന്തമായി. 2 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായ വിടുതൽ. മുഖമെല്ലാം വീർത്ത്, കൺപോളകളെല്ലാം വീർത്ത്, ആര് കണ്ടാലും ഭയം തോന്നുന്ന നിലയിലായി. ഇത്രമാത്രം ദൈവം വിടുവിക്കുമോ? ഇത്ര വേഗത്തിൽ വിടുതൽ ലഭിക്കുമോ? ആ സഹോദരി പോലും സംശയിച്ചു പോയി. ഇത്ര വേഗത്തിൽ എങ്ങനെയാ വിടുതൽ? അങ്ങനെ പല പല വിടുതലുകൾ കഴിഞ്ഞ കാല ശുശ്രൂഷയിൽ ദൈവം നൽകിയ അനുഭവങ്ങൾ ഓർക്കുന്നു. ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാമിൽ പോകാൻ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ കിടക്കുമ്പോൾ നിന്റെ വീടിന്റെ സൈഡിൽ ഒരു മൂർഖം പാമ്പ് ഇരിക്കുന്നൊരു കാഴ്ച കണ്ടു. ഞാൻ രാത്രി 2 മണിയായി ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആ കണ്ട സ്വപ്നത്തിൽ, ദർശനത്തിൽ മൂർഖം പാമ്പ് തറയുറ്റി നിൽക്കുന്ന ഒരു കാഴ്ച. റാമി ചാലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. എന്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ പോൾ ചെറുവത്തെന്ന് പറയും. അദ്ദേഹം ചില ദിവസത്തെ മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ചു. ഞായറാഴ്ചയോട് കൊണ്ട് ശനിയാഴ്ച വൈകിട്ട് അനേകർ വരാനായി കാത്തിരിപ്പതിനു ശേഷം അതിന്റെ തലേ ദിവസം ഞാൻ ഇവിടെ വെച്ചൊരു സ്വപ്നം കണ്ടു. ഞാൻ പോകുന്ന വീട്ടിൽ ഒരു വിഷപ്പാമ്പ് ഉണ്ട്, നിശബ്ദിക്കണമെന്ന് എന്നോട് ഇർമ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴേ സംഭവം പറഞ്ഞു. അന്ന് 7 മണി മുതലുള്ള മഴ രാത്രി 11 നിൽക്കത്തില്ല. ഇവൻ കഴിഞ്ഞ വീട്ടിൽ പോകാൻ പലരും ബുദ്ധിമുട്ടാണ്. ആ മീറ്റിങ്ങിന്റെ ആരംഭത്തിലെ കണ്ടുപോയി. ചെറിയ വെളിച്ചത്തിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ സ്വപ്നം കണ്ടതാണ്, എനിക്കൊരു ടോർച്ച് വേണം. ടോർച്ച് നോക്കുമ്പോൾ ബാറ്ററി വീക്കായിരിക്കുന്നു, ചെറിയ വെട്ടം. 1:30 ആയപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണം. ഒരു ചെറിയ പാസേജ് കവർ ചെയ്ത് വേണം ആ ബാത്റൂമിൽ എത്താൻ. ഇങ്ങനെ ചെറിയ വെട്ടത്തിൽ അടിക്കുമ്പോൾ ഒരു വാരിമൂർഖൻ എന്ന് പറയും, അതും വിഷമുള്ളത്. സാധാരണയിൽ കവിഞ്ഞ് നീളമുണ്ട്. അതിങ്ങനെ ക്രോസ് ചെയ്ത് എന്റെ കാല് വെക്കുകയും പെട്ടെന്ന് അത് കാണുകയും പെട്ടെന്ന് കാല് പിൻവലിച്ചു. നല്ല ഉറക്കമാണ് പാർശ്വം കുടുംബം. ഏതായാലും പ്രാർത്ഥിച്ച കഥയെ കൂട്ടി അവർ ചാടി എഴുന്നേറ്റു. ഈ വെളിച്ചത്തിൽ
അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുന്നില്ല. വേറൊരു പിതാവ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അതൊരു എക്സ്മെൽറ്റിക്കാരനാണ്. അദ്ദേഹം എഴുന്നേറ്റു. ശരിക്കും പറയട്ടെ, അടിക്കാൻ യാതൊരു സ്ഥലമില്ല എങ്കിലും അതിനെ അടിച്ചുകൊണ്ടേ. അന്ന് ആ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ പാമ്പിൽ ചവിട്ടി വിഷബാധ ഏൽക്കുമായിരുന്നു, മരണം സംഭവിക്കാമായിരുന്നു. തന്റെ ഭക്തന്മാരെ ദൈവം കരുതുന്നു. നമ്മുടെ തലയിൽ എത്രയോ കോടികൾ മുടികൾ, അതിൽ ഒരെണ്ണം നിലത്ത് വീണ സ്വർഗം അറിയാമല്ല, അതെല്ലാം സ്വർഗം അറിയുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് സംഭവിക്കുന്ന ഒന്നും ദൈവം അറിയാതെ, എല്ലാം ദൈവം കാണുന്നു, അറിയുന്നു. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ മോശയോട് ദൈവം പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, ജനത്തെ നിലവിളി കേട്ടു. 3, ഞാൻ അവിടെ സങ്കടം അറിയുന്നു. നമ്മളെ അറിയുന്ന ഒരു ദൈവം, ഒരു പാസ്റ്റർ അറിയുന്ന പോലെ, പ്രവാചകൻ അറിയുന്ന പോലെ, ഒരു ഇവാഞ്ചലിസ്റ്റ് അറിയുന്ന പോലല്ല, നമ്മെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം. ഈ നിമിഷം ദൈവജനത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. ആകയാൽ ഈ ദൂത് കേൾക്കുന്ന, സാക്ഷ്യം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ചാരാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയിക്കുന്നതിന് ഭാഗ്യമുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആചരികെ നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. ഉഷ്ണം തട്ടട്ടെ, ചൂടേക്കട്ടെ, അതിന് ബാധകമല്ല. കാരണം അതിന്റെ വേര് വെള്ളത്തിലേക്ക്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാവ് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുലുക്കാനും ഇളക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ കൂടെ ഈ നിമിഷം ഈ ദൂത് കൈമാറുകയാണ്. ഇന്നലത്തേക്കാൾ ഇന്ന്, ഇന്നത്തേക്കാൾ നാളെ ദൈവത്തിൽ ആശ്രയിച്ചാട്ട് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ശ്രീമക്കളോട് ദൈവം പറയുന്ന മെസ്സേജ് ഉണ്ട്: മിസ്രൈമിനെ ആശ്രയിക്കരുത്, ജഡത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യപുത്രനിലും അരുതെന്ന് തിരുവചനം നമ്മളെ വായിക്കുമ്പോൾ, ഈ ലോകത്തിലെ പ്രമുഖന്മാരെയോ മറ്റൊന്നിനെ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാൻ ഈ തരുണത്തിൽ ആത്മാവ് ഉറപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എനിക്ക് സിംഗപ്പൂരിൽ പോകാൻ ഒരു അവസരം വന്നപ്പോൾ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കാനായിട്ട് ഒരു ഷോപ്പിൽ ചെന്നു. ഒരു 7 മണിയായ സമയം കോപ്പി എടുത്ത് പാസ്പോർട്ട് കയ്യിലെടുത്തു. പക്ഷേ വണ്ടിയിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ എന്റെ പാസ്പോർട്ട് എവിടെയോ നഷ്ടപ്പെട്ടു. ഞാൻ ചില വീടുകളിൽ, എന്റെ മതൃസഭയിലെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് 9 മണിയായിട്ടുണ്ട്. എന്നാ കോപ്പിയൊക്കെ എടുത്ത് പാസ്പോർട്ടിൽ എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ കോപ്പിയുണ്ട്, പാസ്പോർട്ട് ബാഗിലില്ല. എന്റെ കസിൻ ആ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പാസ്പോർട്ട് ഇവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടെന്ന് അറിയുന്നില്ല. അദ്ദേഹം നോക്കിയിട്ട് ഇല്ലെന്ന് പറഞ്ഞു. ഇനി എന്താ മാർഗം? ഇനി പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അടുത്ത ദിവസം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വെള്ളം കുടിക്കാതെ മോശിക്കാതെ. ഒരു 2 മണിയായപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് 5 മണിക്കുള്ളിൽ നിന്റെ പാസ്പോർട്ട് നിന്റെ കയ്യിൽ ലഭിക്കുന്നു. ആ പാസ്പോർട്ട് ഒരു സഹോദരന്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം തന്റെ സ്കൂട്ടറിന്റെ ആ ബോക്സിലിട്ടു. തന്റെ ഭാര്യ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാനും ഈ മനുഷ്യനുമായി 4 കിലോമീറ്റർ ദൂരം, 2 കിലോമീറ്റർ ദൂരം. ഈ മനുഷ്യൻ ആ പാസ്പോർട്ട് ആ സ്കൂട്ടറിന്റെ ബോക്സിലിട്ടു. അടുത്ത ദിവസം പണിക്ക് വേണ്ടി അദ്ദേഹം അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അടുത്തുള്ളൊരു വ്യക്തിയും ഇദ്ദേഹത്തിന്റെ കൂടെ പണിക്ക് പോയിരിക്കുക.
അദ്ദേഹത്തെ പറഞ്ഞു, മൂന്നിനെ പറഞ്ഞു, എനിക്കൊരു പാസ്പോർട്ട് ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കാണാൻ മറ്റേ വ്യക്തിക്ക് മനസ്സിലായി ഇത് ഞാനാണെന്ന് മനസ്സിലായി. ആ പയ്യൻ എപ്പോഴും ഇവിടെ വരുന്നതാണ്. ഇത് ഇവിടെ ഇങ്ങനെ വാസച്ചാന്റെ പാസ്പോർട്ടാണ്. നീ എന്താ ഇന്നലെ എന്നോട് പറയാഞ്ഞത്? ഓ, ഞാൻ അത്ര കാര്യമാക്കിയില്ല. ആ മകൻ വെളിയിൽ പോയ പൈതലാണ്, പാസ്പോർട്ടിന്റെ വില അറിയാവുന്നതാണ്. പക്ഷെ അവൻ അത്ര നിസ്സാരമായി കണ്ടു. വേഗത്തിൽ എല്ലാ ഭാഗം ചുരുക്കട്ടെ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ 5 മണിയായി. വാതുക്കൽ വന്ന് ബലടിച്ചു. ഒടുവിൽ എന്റെ കൈവശം ആ പാസ്പോർട്ട് തിരികെ കിട്ടി. അങ്ങനെ ഓരോരോ വിഷയത്തിനും പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞകാല ശുശ്രൂഷയിൽ ദൈവം നൽകിയ അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠമുള്ളത്. ആകയാൽ പ്രിയരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. പ്രവാചകനായ യെശയ്യാവ് പറയുന്നൊരു വാക്യം, വിടുവിക്കുന്നവൻ നിനക്ക് മുൻപായി പുറപ്പെടും, അവൻ വീരനെ പോലെ പുറപ്പെടുന്നവൻ. യെശയ്യാവ് 42:12 വാക്യം. വീരനെ പോലെ ദൈവത്തിന് കൊടുത്തൊരു നാമമാണ് വീരൻ. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, ഇങ്ങനെ പദം ദൈവത്തിന്റെ നാമം പല നിലയിലും ഉച്ചരിക്കുമ്പോൾ ഇവിടെ പ്രവാചകൻ കൊടുത്തത് വീരനാം ദൈവം. ഈ വീരനാം ദൈവത്തിന്റെ സവിശേഷത എന്ത്? അവൻ പുറപ്പെടുന്ന വീരനാണ്. ഇവിടെ രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ ആരെങ്കിലും പുറപ്പെട്ടാൽ കാര്യം നടക്കത്തില്ല. യഹോവയായ ദൈവം പുറപ്പെട്ടാൽ ഏത് വിഷയമായാലും ആ വിഷയം പരിഹരിക്കപ്പെടും. അടയപ്പെട്ട വാതിൽ തുറക്കപ്പെടും, തടസ്സങ്ങൾ മാറും. ഈ തരുണത്തിൽ ഈ വീരൻ നമുക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ 2026 ഈ വീരൻ പുറപ്പെടും. ഒരിക്കൽ ദെബോര എന്ന് പറയുന്ന ഒരു പ്രവാചകി ഇസ്രായേലിൻ ന്യായപാലകയായി നിൽക്കുമ്പോൾ അന്നത്തെ രാജാവായ ബാരാക്ക് ഒരു പ്രശ്നമായി വന്നു. സീസർ എന്ന് പറയുന്ന ശത്രു സൈന്യം 900 ഇരുപരഥങ്ങളുമായി യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. രാജാവാകെ ഭയപ്പെട്ടു. യുദ്ധത്തിനുടെ കീഴിൽ പ്രാർത്ഥിച്ച ദൂത് കൈമാറുന്ന പ്രവാചകി പറഞ്ഞു, നിൽക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ദൈവശബ്ദം കൊടുത്തു, ദൈവം നമുക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ വാക്യമാണ്, ദൈവം പുറപ്പെട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ വലിയ വിജയം നൽകി. യുദ്ധകളത്തിൽ തന്റെ ജനത്തിനു വേണ്ടി പുറപ്പെടുന്ന വീരൻ. പുറപ്പെടുന്ന പുസ്തകം 15:3 ഈ വീരൻ യുദ്ധവീരനാണ്. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. യഹോശഫാത്ത് താൻ രാജാവായിരുന്നപ്പോൾ ചില ശത്രുസേന യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. മോവാബിയർ, അമ്മോനിയർ, മെയൂനിയർ. താൻ യുദ്ധത്തിന് പോകാൻ കഴിയില്ല. തന്റെ പട്ടാളവും ആ പട്ടാളം തമ്മിൽ നോക്കിയപ്പോൾ ഏതുമില്ല. താൻ ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം പ്രഖ്യാപിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രവാചക ശബ്ദം, ഈ പടയിൽ പെടുത്താൻ ആവശ്യമില്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. അവിടെ കാണുന്നത് അവർ വിശുദ്ധ വസ്ത്ര അലങ്കാരം ധരിച്ചുകൊണ്ട് യഹോവയെ വാഴ്ത്താനും പാടാൻ തുടങ്ങിയപ്പോൾ ദൈവം ദൂതനെ അയച്ചു. ഈ വീരൻ യുദ്ധം ചെയ്യുന്ന വീരൻ. 3 യെരമ്യാവ് 20:11-12 ഈ വീരൻ മഹാവീരനാണ്. യെരമ്യാവിന്റെ ജനനം മുതല് ദൈവശക്തം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന് ഏറ്റ പ്രതിസന്ധികൾ, ശിക്ഷകൾ, വെള്ളമില്ലാത്ത കുഴിയിലിടുക, കാവൽപ്പുറം അടച്ചിടുക, ചെകിട്ട പഠിക്കുക, ഇങ്ങനെ അടിയേറ്റ ദൂതുകൾ കൈമാറുന്ന പ്രവാചകന് ഭീഷണികൾ, അപശ്രുതികൾ, അവിഖ്യാപികൾ, ഇതെല്ലാം കേട്ടിട്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ. അവർ യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാൽ ഏറ്റവും ലജ്ജിതനായിത്തീരും. ഈ വീരൻ മഹാവീരൻ. 1 പുറപ്പെടുന്ന വീരൻ, 2 യുദ്ധം ചെയ്യുന്ന വീരൻ, 3-ാമത്തെ വീരൻ മഹാവീരൻ. സഫനിയ 3:17 വാക്യമുണ്ട്,
ഈ വീരൻ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കണം. ഈ ദൂതിൽ രക്ഷിക്കുന്ന വീരനായി. ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, എന്നാൽ ഈ കർത്താവ് നിന്നെ രക്ഷിക്കും. ആ രക്ഷിക്കുന്ന വീരനായി അവൻ നമ്മോട് കൂടെയുണ്ട്. ഞാൻ എന്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ അനേക സ്ഥലത്ത് ഈ സാക്ഷ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയൻ, നമ്മുടെ ദൈവം നമ്മളെ കൈവിടുകയും ആരെല്ലാം കൈവിട്ടാലും നമ്മളെ വിടക്കം തന്നെയാണ്. നാം സേവിക്കുന്ന ദൈവം നമ്മളെ കൈവിടുകയും. എന്റെ ദീർഘവർഷത്തെ ശുശ്രൂഷയും കൈപ്പേറി അനേക അനുഭവങ്ങളുടെ കടന്നുപോയി രംഗങ്ങൾ, രോഗാത്മാവ് ശരീരത്തെ കാർന്നിന്ന രംഗങ്ങൾ, ഞാൻ മരണം മുമ്പിൽ കണ്ട സംരംഭങ്ങൾ, അവിടെ നിന്നെല്ലാം ദൈവം എന്നെ പിടിവിച്ച് എല്ലാറ്റിലും നീക്കുപോക്ക് തന്ന് ഈ 2026 ഈ ആരംഭ മാസത്തിൽ ഈ സന്ദർഭം കൂടെ ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. അവിടെ ആയിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ദൈവത്തിൽ ആശ്രയിച്ചാട്ട്, ദൈവത്തിൽ വിശ്വസിച്ചാട്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വരും ദിവസങ്ങളിൽ അനുഭവിച്ചറിയാൻ പോവുകയാണ്. എന്റെ അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ ഇന്ന് പകൽ ഈ വേളയിൽ പങ്കുവെച്ചു. അതെല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കുമെന്ന് കർത്താവിൽ ആശിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. ഈ ആരോഗ്യ പ്രോഗ്രാം അനേകർക്ക് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നു. വർഷധാരിയൻ ജോണവറുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് എവരെയും സഹായിക്കട്ടെ. പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സായാഹ്ന സന്ധ്യയിൽ നമ്മുടെ പാദപീഠം ചേർന്ന് വരുവാൻ 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ ഉണ്ടെന്ന് ചെയ്തവനായ ദൈവമേ, ഈ സന്ധ്യാവേളയിൽ നീയുടെ മധ്യേ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളിയായ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എളിവന്റെ സാക്ഷ്യം പലർക്കും ആശ്വാസമായി ഭവിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിന് ഒരു പ്രചോദനമായി മാറട്ടെ കർത്താവേ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടുന്നുള്ള സന്ദേശം ഞങ്ങളെ ഒടുവിലായി കേൾപ്പിച്ചല്ലോ. ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളതും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഈ പ്രോഗ്രാം മുഖാന്തരം അനേകർക്ക് ആശ്വാസവും കർത്താവിലേക്ക് മനം തിരിയുവാനുള്ള ഒരു അവസരമായി ഭവിക്കട്ടെ. പക്ഷേ ദാനിയേൽ ജോൺ അവരുടെ കുടുംബത്തെ ഓർക്കുന്നു. ഈ TV എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയങ്ങളെ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ മേഖലകളെ കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും പ്രിയ അങ്കിളിനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. തലവടി എന്ന് പറയുന്ന ഗ്രാമം ഒരുപാട് ദൈവഭക്തന്മാരെ വാർത്തെടുത്ത ഒരു ഗ്രാമമാണ്. വളരെ ശക്തമായി ഗർജിക്കുന്ന, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രദേശമാണ്. ഇന്നും ആ ശബ്ദം നിലച്ചു പോകാതെ അത് തുടർന്ന് കൊണ്ടുപോകുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ തലവടി കുഞ്ഞിച്ചായനെ ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പറയുവാൻ കർത്താവ് ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ലോകരാജ്യങ്ങളിൽ, കേരളക്കരയിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്തദാസിന്റെ ശുശ്രൂഷ അനുഭവിച്ചിട്ടുള്ള നിരവധി പ്രിയപ്പെട്ടവരുടെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അത് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അവരിൽ പലരുടെയും ആഗ്രഹത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കിയത്. പ്രിയ അങ്കിളിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ശക്തമായി ആമേൻ ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, അയക്കുന്ന ഇടങ്ങളിൽ ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ഏറെ അവസരങ്ങളും സ്വർഗത്തിലെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.